നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ നിമിഷ. ഇന്നത്തെ വീഡിയോ വളരെ ലളിതമായ ഒരു ആയുർവേദ ഔഷധത്തെക്കുറിച്ചാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ നോസ്ട്രിക്യാപ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആയുർവേദ ഔഷധമാണ് നോസ്ട്രിക്യാപ്. ഇനി ഇത് ഏതൊക്കെ രോഗാവസ്ഥയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. മൂക്കടപ്പ്, അതുപോലെ സൈനസ് മൂലമുണ്ടാകുന്ന തലവേദന, ജലദോഷം മൂലമുണ്ടാകുന്ന തലയ്ക്കുള്ള ഭാരം, തലവേദന അങ്ങനെയുള്ള രോഗാവസ്ഥയിലൊക്കെ ഈ ഒരു ഔഷധം വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ചുരുങ്ങിയ ചേരുവകൾ മാത്രമാണ് ഈ ഒരു ഔഷധത്തിൽ അടങ്ങിയിട്ടുള്ളത്. യുക്കാലി തൈലം, ദേവദാരു തൈലം, മെന്തോൾ അതായത് പുതിനസത്വം, പച്ചക്കർപ്പൂരം എന്നിവയാണ് ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാം. രണ്ട് രീതിയിൽ ഈ ഒരു ഔഷധം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വളരെ ലളിതമായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു ക്യാപ്സ്യൂള് പൊട്ടിച്ച് അതിലുള്ള ആ ലിക്വിഡ് അതിലേക്ക് അപ്ലൈ ആക്കിയതിന് ശേഷം ഇൻഹെയിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആവി പിടിക്കാം. 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇതിലെ ഒരു ക്യാപ്സ്യൂൾ അതിൻ്റെ ക്യാപ്പ് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ആവി പിടിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അത് മൂക്കിലേക്ക് തട്ടാൻ പാടില്ല, അതുപോലെ തന്നെ കണ്ണിലേക്കും ഡയറക്റ്റ് അതിൻ്റെ ആവി പെടാൻ പാടില്ല. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്ത്, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. പെട്ടെന്നുണ്ടാവുന്ന മൂക്കടപ്പ് അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധമാണ്. നിങ്ങൾ പുറത്തു പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഔഷധം വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു ഔഷധമാണ്. ഒരുപാട് കാലമായിട്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുമുണ്ട്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മൂക്കടപ്പ് അങ്ങനത്തെ അവസ്ഥയിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു ഔഷധം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഔട്ട്ഡോറിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മറ്റൊരു വീഡിയോയിൽ നമുക്കത് ആവർത്തിക്കാതെ ഇരിക്കാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.